ഹായ് മക്കളെ, ഇന്നലെ ഞാൻ നമ്മുടെ സൂപ്പർ മെൻറ്റേഴ്സ് ആയിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുറച്ച് കുട്ടികളായിട്ട് ഈ നീറ്റും അതേപോലെ തന്നെ എൻട്രൻസ് എക്സാമുകൾ കിട്ടാനുള്ള ചില ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ അല്ലേ. അതായത് നീറ്റ് ആണെങ്കിൽ നീറ്റിൻ്റെ അതേപോലത്തെ ലെവലുള്ള മോഡൽ എക്സാംസുകൾ നമ്മൾ എത്രത്തോളം എഴുതുന്നു അത്രത്തോളം നമുക്ക് എന്താണ് നീറ്റ് എളുപ്പമാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിലൊരു കുട്ടി അതിൻ്റെ വേറൊരു ഡയമെൻഷനും കൂടെ പറഞ്ഞു. അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നീറ്റ് നടക്കുന്നത് എന്നും ഉച്ചക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. 2 to 5 PM ആണ്. ആൻഡ് ഇത് 3 മണിക്കൂർ സ്ട്രെച്ചാണ്. ആഫ്റ്റർനൂൺ ആണ്, 3 മണിക്കൂർ സ്ട്രെച്ചാണ്. ആൻഡ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മണിക്കൂറും ഫുൾ കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ഇരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 20 to 30 മാർക്കും കൂടെ കൂടുതൽ കിട്ടുന്ന സംഭവം ശരിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, നമുക്ക് എങ്ങനെ നോക്കുകയാണെങ്കിൽ അറ്റേ സ്ട്രെച്ച് 3 മണിക്കൂർ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ആഫ്റ്റർനൂൺ, വെറും മെയ് 5 ആഫ്റ്റർനൂണിൻ്റെ പെരുവെയിലത്തല്ലേ കൊടും ചൂടിൽ നമ്മൾ ഇരിക്കണം. അപ്പം അതിനെ എന്ത് ചെയ്യും, ഈ മോക്ക് ടെസ്റ്റുകൾ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ അതേ സമയത്ത് എഴുതി എന്താണ് നമ്മളെ ബ്രെയിനിനെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്യും. 2 to 5 3 മണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഓരോ ഘടകങ്ങളും. ആൻഡ് ഈ വർഷം നീറ്റ് സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി എജ്യൂപോർട്ടിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ പാർട്ടായിക്കൊണ്ട് എന്താണോ നീറ്റിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കേരളത്തിലെ 14 ജില്ലകളിലുമായിട്ട് 75 സെൻറ്ററുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് ഒരുക്കിയിട്ടുള്ളത്. ആ സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് നീറ്റിൻ്റെ അതേ ടൈപ്പ് എക്സാമുകൾ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 2 to 5 ആണ് ഉണ്ടാകാൻ പോവുക. ആൻഡ് ഏതൊക്കെയാണ് സെൻറ്റർ ഞാൻ ആദ്യം പറയാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട്ടിൽ നിന്നും മാക്സിമം 1.5 മണിക്കൂറിൽ എത്താൻ പറ്റുന്ന സെൻറ്ററുകളാണ് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് കമൻറ്റ് ചെയ്യണേ, നിങ്ങളെ ജില്ല എത്തുമ്പോൾ നിങ്ങളെ സെൻറ്റർ എത്ര സമയം കൊണ്ട് എത്താൻ പറ്റുന്നുള്ളത്. ഏറ്റവും ഫസ്റ്റ് നമുക്ക് താഴെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. തിരുവനന്തപുരം ജില്ലയിൽ 4 സെൻറ്ററുകളാണ്. കഴക്കൂട്ടം, നെടുമങ്ങാട്, തമ്പാനൂരും ഈസ്റ്റ് ഫോർട്ടുമായിട്ട് 2 സെൻറ്ററുകളുണ്ട്. അതേപോലെ തന്നെ നെയ്യാറ്റിൻകര, 4 അല്ല 5 സെൻറ്ററുകൾ തിരുവനന്തപുരം ജില്ലയിൽ. കൊല്ലത്ത് 3 എണ്ണം, കൊല്ലം, കൊട്ടാരക്കര, ആറ്റിങ്ങൽ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ വീണ്ടും 3, തിരുവല്ല, അടൂർ, പത്തനംതിട്ട. ആലപ്പുഴയിൽ 3, ചേർത്തല, ആലപ്പുഴ, കായംകുളം. കോട്ടയത്ത് 5 സെൻറ്ററുകളുണ്ട്. തലയോലപ്പറമ്പ്, കോട്ടയം ടൗണ്, പാല, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട 5 സെൻറ്ററുകളാണ്. ഇടുക്കിയിൽ കട്ടപ്പനയും തൊടുപുഴയും. ഇതൊക്കെ ഞാൻ കേട്ട സ്ഥലങ്ങളാണ് കേട്ടോ. ഈ നോർത്തിലുള്ള ആൾക്കാർ ഈ സ്ഥലങ്ങളൊന്നും കേൾക്കാൻ സാധ്യതയില്ല അല്ലേ. ആൻഡ് അതേപോലെ തന്നെ എറണാകുളത്ത് എത്ര 3, 2, 5, 3, 8 സെൻറ്ററുകൾ വരുന്നുണ്ട്. അങ്കമാലി, പറവൂർ, ആലുവ, എറണാകുളം സിറ്റി, തൃപ്പൂണിത്തറ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ ആൻഡ് പിറവം 8 സെൻറ്ററുകൾ എറണാകുളത്ത് വരുന്നുണ്ട്. നിങ്ങളത് എത്രമാത്രം അകലെയാണ് നിങ്ങളൊന്ന് പറയണേ. ആൻഡ് അതേപോലെ തന്നെ തൃശ്ശൂർ വരുമ്പോൾ വീണ്ടും 8 സെൻറ്ററുകൾ. കുന്നംകുളം, ചാവക്കാട്, തൃപ്പയാറ്, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, വടക്കാഞ്ചേരി, ചാലക്കുടി ആൻഡ് കൊടുങ്ങല്ലൂർ 8 സെൻറ്ററുകൾ. പാലക്കാട് വരുമ്പം ഒറ്റപ്പാലം, പട്ടാമ്പി, ശ്രീകൃഷ്ണപുരം, മണ്ണാർക്കാട്, പാലക്കാട് ടൗണ്, കൊല്ലംകോട് ആൻഡ് വടക്കാഞ്ചേരി. പിന്നെ വീണ്ടും മലപ്പുറത്ത് വരുമ്പം കൊണ്ടോട്ടി, കോട്ടക്കൽ, തിരൂര്, പൊന്നാനി, കുറ്റിപ്പുറം, നിലമ്പൂർ, വണ്ടൂർ, മഞ്ചേരി, മലപ്പുറം ആൻഡ് പെരിന്തൽമണ്ണ. നിങ്ങൾക്ക് പോസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കോഴിക്കോട് എത്തുമ്പോഴോ വടകര, കുറ്റ്യാടി, ബാലുശ്ശേരി, താമരശ്ശേരി, കുന്നമംഗലം, കോഴിക്കോട് സിറ്റി ആൻഡ് ഫറൂഖിൽ എന്തുണ്ട് നമ്മൾ ഓഫ്ലൈൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. വയനാട്ടിൽ മാനന്തവാടിയും കൽപ്പറ്റയും ബത്തേരിയും. കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, ഇരിട്ടി, മട്ടന്നൂർ, കുത്തുപറമ്പ്, തലശ്ശേരി ആൻഡ് ലാസ്റ്റ് കാസർഗോഡ് 4 സെൻറ്ററുകളാണ്. ഉപ്പള, കുമ്പള, വിദ്യാനഗർ ആൻഡ് കാഞ്ഞങ്ങാട്. അങ്ങനെയുള്ള 4 സെൻറ്റേഴ്സുകൾ. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്ര അടുത്താണ് ഈ സെൻറ്റേഴ്സ് ഉള്ളത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഞായറാഴ്ചകളിലും നിങ്ങളെ ക്രാഷ് കോഴ്സുകളോട് തുടങ്ങി ഓരോ ഞായറാഴ്ചകളിലും ആ ആഴ്ച എടുത്ത ടോപ്പിക്കുകളും അവസാനങ്ങളിൽ ഫുൾ ചാപ്റ്റർ ടെസ്റ്റുകളുമായിട്ട് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഈ സെൻറ്ററുകളിൽ വെച്ചിട്ട് നീറ്റിൻ്റെ അതേ മോഡൽ എക്സാം ഉണ്ടാവും. അതായത് എന്താണോ നിങ്ങൾക്ക് നീറ്റിൽ കിട്ടാൻ പോകുന്ന സ്കോർ അതിൻ്റെ കൂടെ ഒരു 30 മാർക്കും കൂടെ എക്സ്ട്രാ കിട്ടാൻ. അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെ 3 മണിക്കൂർ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫ്ലൈൻ എക്സാമുകൾ. സോ ഈ സെൻറ്ററുകളിലെ സീറ്റുകൾ ലിമിറ്റഡ് ആണ്. എത്രയും പെട്ടെന്ന് ഓൾറെഡി ക്രാഷിൽ ജോയിൻ ചെയ്ത കുട്ടികൾ നിങ്ങളെ ക്ലാസ് ടീച്ചറോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെൻറ്റർ ഏതാ വേണ്ടതെന്ന് പറയാം. ക്രാഷിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ക്രാഷിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് സെൻറ്റേഴ്സ് എന്താണ്, സെൻറ്റേഴ്സിൻ്റെ സീറ്റുകൾ ലിമിറ്റഡ് ആണ്. ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നീറ്റിനും കീമിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ
ഓഫ്ലൈൻ എക്സാംസുകൾ നടത്തുന്നുണ്ട്. കീമിന് ഏറ്റവും അവസാനം നമ്മൾ CBT എക്സാം നടത്തുന്നതായിരിക്കും. അപ്പം ക്രാഷിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന ഫോം ഇപ്പം തന്നെ ഫില്ല് ചെയ്യുക.